നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സോപ്പ് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നല്ല അടിപൊളി സോപ്പാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ സോപ്പ് മേക്ക് ചെയ്യാൻ നോക്കിയാലോ? ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും മോമോ ഓർഗാനിക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണ്, എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ ഇന്ന് നമ്മൾ മേക്ക് ചെയ്യാൻ പോകുന്നത് ക്യാരറ്റ് സോപ്പാണ് കേട്ടോ. അതിനായിട്ട് ഞാൻ നല്ല ഫ്രഷ് ക്യാരറ്റുകളാണ് ഇവിടെ എടുത്തു കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത് കേട്ടോ. നമുക്ക് ഫ്രഷ് ജ്യൂസ് വെച്ചിട്ട് ചെയ്യാം, ക്യാരറ്റ് ഓയിൽ വെച്ചിട്ട് ചെയ്യാം, പിന്നെ നമുക്ക് ക്യാരറ്റിന്റെ പൗഡർ ഉണ്ടെങ്കിൽ പൗഡർ വെച്ചിട്ട് ചെയ്യാം, ക്യാരറ്റ് എക്സ്ട്രാക്ട് വെച്ച് ചെയ്യാം. ഇതൊക്കെ നമുക്ക് വെച്ചിട്ട് ക്യാരറ്റിന്റെ സോപ്പ് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇന്ന് നമ്മൾ മേക്ക് ചെയ്ത് കാണിക്കാൻ പോകുന്നത് ഫ്രഷ് ജ്യൂസ് വെച്ചിട്ടുള്ളതാണ്. ഫ്രഷ് ജ്യൂസ് വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും പ്രിസർവേറ്റീവ് ആഡ് ചെയ്ത് കൊടുക്കണം. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ഐറ്റംസ് സോപ്പ് ബേസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും അതിൽ ഫംഗസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് 1 മാസത്തിനുള്ളിൽ യൂസ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. 1 മാസത്തിന് കൂടുതൽ ഈ സോപ്പിന് ഷെൽഫ് ലൈഫ് വേണമെന്നുണ്ടെങ്കിൽ പ്രിസർവേറ്റീവ് കൂടെ ആഡ് ചെയ്തിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. അപ്പൊ നമുക്ക് സോപ്പ് ബേസ് കട്ട് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ ക്യാരറ്റിന്റെ ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ് നമുക്ക് എടുക്കണം കേട്ടോ. അപ്പൊ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് ഇതിന്റെ ജ്യൂസ് എടുക്കാവേ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആണ് കേട്ടോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള വലിയൊരു പ്രചോദനം തന്നെ. അപ്പൊ നിങ്ങൾ ലൈക്കും അതുപോലെ തന്നെ കമന്റും ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ പുതിയത് വന്നിട്ടുള്ളതാണ്. കുറെ പേർക്ക് അതിനെ കുറിച്ച് അറിയില്ല കേട്ടോ. നമ്മൾ കമന്റ് ബോക്സിന്റെ അവിടെ തന്നെ ആയിട്ടാണ് ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ വരുന്നത്. അതിലൂടെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്ത് വിടണേ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഇനി നമുക്ക് ക്യാരറ്റ് നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. തൊലിയൊക്കെ ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ക്ലീൻ ചെയ്തെടുത്ത ക്യാരറ്റുകളൊക്കെ ചെറിയ ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമുക്ക് മിക്സിയിലിട്ട് ഇത് നല്ല രീതിയിലൊന്ന് അരച്ചു കൊണ്ടുവരണം. ഇതിൽ വേറെ വാട്ടറോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. നമ്മൾ ക്യാരറ്റിൻ്റെ ജ്യൂസ് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതേ നമുക്ക് ഇങ്ങനെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിത് നല്ലൊരു കോട്ടൻ്റെ തുണിയിലിട്ടിട്ട് അരിച്ചെടുക്കണം. അരിപ്പയിലാവുമ്പോൾ ചിലപ്പോൾ തരിതരികൾ വരും. അതുകൊണ്ടാണ് ഞാൻ കോട്ടൻ്റെ തുണിയിൽ തന്നെ അരിച്ചെടുക്കുന്നത് കേട്ടോ. അതേ നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇത്ര ജ്യൂസാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ക്യാരറ്റിന്റെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നീ കണ്ടില്ലേ? അപ്പൊ നമ്മൾ 2 kg ഒരു 80 ml അല്ലെങ്കിൽ 100 ml വരെ നമുക്ക് ജ്യൂസ് ആഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പൊ ഇനി നമുക്ക് സോപ്പ് ബേസ് ഡബിൾ ബോയിൽ മെത്തേഡ് വഴി മെൽറ്റ് ചെയ്തിട്ട് വരാമേ. അപ്പോൾ നമ്മൾ 2 kg ബേസാണ് കേട്ടോ മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും കാണിച്ചിട്ടില്ല. ഗ്ലിസറിൻ്റെ സോപ്പ് ബേസാണ് ഞാൻ മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതേ മെൽറ്റായി വന്നിട്ടുള്ള സോപ്പ് ബേസിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് 100 ml വരെ ആഡ് ചെയ്ത് കൊടുക്കാം 2 kg. ഞാനിപ്പോൾ ഇവിടെ 80 ml ആണ് കേട്ടോ ക്യാരറ്റിൻ്റെ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കതിലേക്ക് വെജിറ്റബിൾ ഗ്ലിസറിനും അതുപോലെ തന്നെ വൈറ്റമിനും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾ ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോ ഇവിടെ ഒരു 10 ml അല്ലെങ്കിൽ 15 ml നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ നല്ല രീതിയിൽ വെജിറ്റബിൾ ഗ്ലിസറിൻ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കോൺസെൻട്രേറ്റഡ് വൈറ്റമിൻ ഓയിൽ ഒരു 0.5 ml ആണ് കേട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. രണ്ടും കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി എടുക്കണേ. അപ്പൊ നമുക്ക് ഫ്രാഗ്രൻസ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാനൊരു 40 ml ഫ്രാഗ്രൻസ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മോൾഡിലേക്ക് ഒഴിക്കാം കേട്ടോ. 100 ഗ്രാമിൻ്റെ പിയേഴ്സ് മോൾഡാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം നല്ല അടിപൊളി കളറാണ്. നമ്മൾ കളറൊന്നും ചേർക്കാതെ നമ്മുടെ ക്യാരറ്റിൻ്റെ കളറാണ് കേട്ടോ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോഴേക്കും ലാസ്റ്റൊക്കെ ആകുമ്പോഴേക്കും ചിലപ്പോൾ വൈറ്റ് കളറായിരിക്കും. അപ്പോൾ നിങ്ങൾ പുറത്തോട്ടൊക്കെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കോസ്മെറ്റിക് ഗ്രേഡിലുള്ള കളേഴ്സ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും സോപ്പിൻ്റെ മെറ്റീരിയൽസ് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതിയേ. എല്ലാം നമ്മൾ പ്രീമിയം ക്വാളിറ്റി ഐറ്റംസ് ആണ് കേട്ടോ കൊടുക്കുന്നത്. കുറേ പേർക്ക് സോപ്പിന് കട്ടിയില്ല, പതയില്ല, അതുപോലെ തന്നെ കസ്റ്റമേഴ്സ് പരാതി പറയുന്നു എന്നൊക്കെ കുറേ പേര് പറയാറുണ്ട്. നമ്മുടെ ഐറ്റം വെച്ചിട്ടുണ്ടാക്കി നിങ്ങളൊരു തവണ കൊടുത്തു നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് സോപ്പുകൾ കിട്ടും. അപ്പോൾ സോപ്പ് ബേസ് മോൾഡിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇതുപോലെ പതയുണ്ട് വെച്ചെങ്കിൽ നിങ്ങൾ റബ്ബിങ് ആൽക്കഹോൾ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നല്ല രീതിയിൽ തന്നെ പതയൊക്കെ മാറി നല്ല ഫിനിഷ് ആയിട്ട് നമ്മുടെ സോപ്പിൻ്റെ ബാക്ക് സൈഡ് കിട്ടും കേട്ടോ. അപ്പം നല്ല അടിപൊളിയായിട്ട് നമ്മുടെ സോപ്പ് ഇവിടെ സെറ്റ് ആവാനായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മുടെ സോപ്പുകളെല്ലാം സെറ്റായിട്ട് കിട്ടും കേട്ടോ. കൂടുതൽ സമയമൊന്നും വെക്കേണ്ട, 3 മണിക്കൂർ ഒന്നും വെക്കേണ്ട. 1.5 മണിക്കൂർ കഴിയുമ്പോഴേക്കും നമുക്ക് മോൾഡിൽ നിന്ന് എടുക്കാവുന്നത്. ഏകദേശം ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മുടെ സോപ്പുകളെല്ലാം സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല
നല്ല ഭംഗിയാണ് നമ്മുടെ സോപ്പുകളെല്ലാം കാണാനായിട്ട്. എനിക്ക് സോപ്പ് ഉണ്ടാക്കി കഴിഞ്ഞ് മോൾഡിൽ നിന്ന് എടുക്കുന്ന സമയത്ത് സോപ്പുകൾ കാണാനാണ് കേട്ടോ കൂടുതലിഷ്ടം. നമ്മൾ ഉണ്ടാക്കിയ സോപ്പുകൾ ഇത്രയും ഭംഗിയോട് കാണുമ്പോൾ ഒരു പ്രത്യേക തരം സന്തോഷമാണ് കേട്ടോ. അപ്പം നിങ്ങൾക്കും അതുപോലെ തന്നെയാവുമെന്ന് ഞാൻ വിശ്വസിക്കണേ. അപ്പോൾ അതേ എൻ്റെ സോപ്പിൻ്റെ കളറും എൻ്റെ ഡ്രസ്സിൻ്റെ കളറും ഒരേപോലെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല അടിപൊളി ക്യാരറ്റിൻ്റെ സോപ്പാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതൊരു കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നതായിരുന്നു കേട്ടോ, ക്യാരറ്റിൻ്റെ ജ്യൂസ് വെച്ചിട്ട്, ഫ്രഷ് ജ്യൂസ് വെച്ചിട്ട് ചെയ്യുന്നൊരു വീഡിയോ വേണമെന്ന്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ഈ സോപ്പ് ഇഷ്ടപ്പെട്ട എന്തായാലും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും നമുക്ക് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുന്നുണ്ട്, എന്നാലും വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്ന് ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ എന്തൊരു ഫിനിഷിങ്ങിലാണ് നമ്മുടെ സോപ്പുകളൊക്കെ നോക്കിയേ, നല്ല രസമുണ്ട് കേട്ടോ. ഇതുപോലെ നമ്മൾ എന്ത് പ്രോഡക്റ്റ് ഉണ്ടാക്കിയാലും നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഐറ്റംസ് ഒരു കസ്റ്റമർ അതിനെക്കുറിച്ചിട്ട് നല്ലൊരു അഭിപ്രായം പറയുമ്പോൾ ഒരു പ്രത്യേക തരം സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അതേ ഞാൻ ക്യാരറ്റൊക്കെ എടുത്ത് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് ഞാൻ സോപ്പുകൾ ഇങ്ങനെ മോൾഡിൽ നിന്ന് എടുത്ത് സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ. കൊതിയാവാണ് കേട്ടോ നമ്മുടെ സോപ്പുകൾ കാണുമ്പോൾ. അപ്പോൾ കുറേ കസ്റ്റമേഴ്സ് പറയുന്നുണ്ട് സോപ്പുകൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കാണുമ്പോൾ നല്ല രസമാണ്, നമുക്ക് കൊതിയാവും കണ്ടാലെന്ന് പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ മേക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ സോപ്പ് മേക്കിംഗ് കിറ്റുകൾ അവൈലബിൾ ആണ്. 32 ടൈപ്പോളം സോപ്പ് മേക്കിംഗ് കിറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് സോപ്പ് വേണമെങ്കിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. 1/2 kgയുടെയും അതുപോലെ തന്നെ 1 kgയുടെ കിറ്റുകളാണ് കേട്ടോ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഏത് കിറ്റ് വേണമെങ്കിൽ മേടിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കുറച്ച് സമയം നമുക്ക് വേണ്ടു നല്ല ബ്യൂട്ടി സോപ്പുകൾ, നല്ല ഓർഗാനിക് സോപ്പുകൾ നമുക്ക് വീട്ടിൽ തന്നെ മേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് ഇനിയും കാണാം കേട്ടോ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇനി എന്തെങ്കിലും വീഡിയോസ് ചെയ്ത് കാണിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.